വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണാം. അവളുടെ പ്രതീക്ഷയായിരുന്ന അവളുടെ ഭർത്താവ് പെട്ടെന്ന് നേരത്ത് മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി. ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ജീവിതത്തോട് തന്നെ ചോദിച്ചവൾ മുന്നേറുമ്പോൾ അവൾക്ക് മനസ്സിലായില്ല, മരിക്കാൻ പറ്റുന്നില്ല. മകനുണ്ട്, അവനെ വളർത്തണം, അവന്റെ ഉത്തരവാദിത്വം എന്റെ മേലാണ്. ഭർത്താവില്ലാത്ത ലോകത്ത് അവൻ മാന്യനായ ഒരു വ്യക്തിയായി സമൂഹത്തിന് കൊള്ളാകുന്നതായി എന്റെ മകനെ വളർത്തിയെടുക്കണമെന്ന് ആശിച്ച് മോഹിച്ച് അവനെ ഓമനിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവരുവാ മാതാവ്. കാരണം അവൾ ചിന്തിച്ചു, എന്റെ വാർദ്ധക്യത്തിൽ എനിക്കൊരു അത്താണിയായി മകൻ നിൽക്കും, എനിക്കൊരു ആശ്രയമായി മകൻ നിൽക്കും എന്ന് കരുതി ഓമനിച്ച് ലാളിച്ചവനെ വളർത്തിക്കൊണ്ടുവരിക. അവനൊരു യൗവനക്കാരനായി വളർന്നു. എന്നാൽ ഇതാ പ്രതീക്ഷിക്കാതെ നേരത്ത് മരണം കൊണ്ട് അവനെയും മാടി വിളിച്ചു. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടവളായി, മകൻ നഷ്ടപ്പെട്ടവളായി. ഇനി ഞാൻ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ച ഒരു മാതാവ് അവൾ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി ഇടനെഞ്ചു പൊട്ടി നിലവിളിച്ചുകൊണ്ട് ആ മകന്റെ ശവമഞ്ചത്തിന്റെ ആ യാത്രയുടെ പുറകെ അവൾ കരഞ്ഞുകൊണ്ട് പോകുക. എങ്ങോട്ട്? ഒരു ശ്മശാനത്തിലേക്ക്. ഇതുവരെ മരിച്ചവരെല്ലാം ഒരു ശ്മശാനത്തിന്റെ മുഖലക്കകത്ത് ഒതുങ്ങിയതേ അവൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ മകൻ, എന്റെ പ്രതീക്ഷയാണ് എന്റെ മകൻ, അവനും ഏതെങ്കിലും മുഖലക്കകത്ത് ഒതുങ്ങി തീരുമെന്ന് ചിന്തിച്ച് ഇടവെഞ്ചുകൊണ്ട് നിലവിളിച്ച് അവൾ അനുഗമിക്കുകയാണ്. എന്നാൽ ആ നൈൻ എന്ന പട്ടണത്തെ എതിരേറ്റുകൊണ്ട് ഒരു ജയത്തിന്റെ, ഒരു ജീവന്റെ യാത്ര വരിക. ആ ജീവന്റെ യാത്ര നയിച്ച ജീവനായകന്റെ പേരാണ് നസറേയനായ യേശു. ആ യേശു വന്നിട്ട് അവളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ന് ചോദിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്. യേശു ചെന്ന് ആ ശവ മണ്ഡത്തിൽ തൊട്ടു. പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി മുന്നോട്ട് സാധ്യതയില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിന്റെ അകത്ത് ഒരു ജീവൻ പ്രാപിച്ചു മരിച്ചവൻ ഇതാ മടങ്ങി ജീവൻ പ്രാപിച്ച് പ്രതീക്ഷയായിട്ട് അവരുടെ കരുത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് പ്രതീക്ഷകൾ അസ്തമിച്ച വ്യക്തിയാവുന്നത്. ഇനി യാതൊരു സാധ്യതയുമില്ല, ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല, എന്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ലെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് ഈ സായം സമയം നിങ്ങളോട് പറയാനൊരു സന്ദേശമുണ്ട്. പലതിനും ശ്രമിച്ചു നോക്കിയില്ലേ? പലർക്കും അവസരം കൊടുത്തു നോക്കിയില്ലേ? ഇന്ന് രാത്രി ഒരു നിമിഷം, ഒരു പ്രാവശ്യം യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അവസരം കൊടുക്കാനൊന്ന് പറ്റുമോ? യേശുവിന് വേണ്ടി ജീവിതം ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ടിടയാക്കി.